ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റവയും അവലും വെച്ചാണ് നമ്മളിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സാധാരണ ചപ്പാത്തി നമ്മൾ കുഴച്ചും പരത്തിയും ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അതിന് പകരം കുഴക്കാതെയും പരത്താതെയാണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയേക്കാളും ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും രാത്രി ആകുമ്പോഴും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതും രണ്ടും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നേരിയ റവയാണെങ്കിൽ കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അവലും റവയും നല്ല മിനുസത്തിൽ ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളക്കാനായി വെക്കാം. റവ എടുത്ത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ സാദാ ജീരകം, ഇത്രയും ചേർത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായി വെക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചപ്പാത്തിക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും അവലും ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറേശ്ശായി ഇട്ട് വേണം ഇതുപോലെ യോജിപ്പിക്കാൻ. ഈ യോജിച്ചതിന് ശേഷം നന്നായി തന്നെ ഇത് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകി കിട്ടും കേട്ടോ. വെള്ളമൊക്കെ പെട്ടെന്ന് ഇതുപോലെ വറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇളക്കി നന്നായി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായി തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായി ചേർത്ത് നമ്മളിതൊന്ന് കുഴക്കേണ്ട ആ ഒരു പരുവാവുന്നത് വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാവ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കുറച്ചൊരു ഓയിൽ ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു പൂരി പ്രസർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒട്ടും പരത്തിയൊന്നും ബുദ്ധിമുട്ടണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ഞാൻ ഈ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തവ ഇപ്പോൾ അധികം ചൂടായിട്ടില്ല കേട്ടോ, വെച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കോട് കൂടി ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് കേട്ടോ. കയ്യിലെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ തവയിൽ ഇട്ട് കൊടുത്ത ഉടനെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും കുറച്ചൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതുപോലെ തിരിച്ച് മറിച്ചിടുമ്പോൾ ചെറുതായി ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടായ തവയിലായതുകൊണ്ടാണ് കയ്യിൽ എടുത്തിട്ടിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ആദ്യം പെട്ടെന്ന് മറിച്ചിട്ടതിന് ശേഷം രണ്ടാമതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്യുമ്പം കുറച്ച് ബബിൾസായി വരുന്നുണ്ട്. നന്നായി ഒന്നും പൊങ്ങി വരില്ല, പക്ഷേ എന്നാലും കുറച്ചൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ചപ്പാത്തി പോലെ കുഴച്ച് പരത്തിയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിട്ടാലും പ്രത്യേകിച്ച് ഇതിന് കറിയൊന്നും വേണ്ട. ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.